ഇത് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയിൽ മുട്ടക്കറി ഉണ്ടാക്കുന്നതിന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഈ തക്കാളി മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് പൾപ്പാക്കിയിട്ട് എടുക്കണം. പിന്നെ വേണ്ടത് സവോളയാണ്. ഞാനിവിടെ 2 മീഡിയം സവോള എടുത്തിട്ടുണ്ട്. ഈ സവോളയും മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ എടുക്കണം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. അതിന് വേണ്ടിയിട്ട് 8 വലിയ വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടിയിട്ട് അരച്ചിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കണം. പിന്നെ ഈ കറിയിലേക്ക് നമുക്ക് വേണ്ട മസാലപ്പൊടികൾ. അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി വേണം, പിന്നെ മല്ലിപ്പൊടി വേണം, പിന്നെ മുളകിൻ്റെ പൊടിയും വേണം, ഗരം മസാലയും വേണം. ഈ കറിയിലേക്ക് ഈ മസാലപ്പൊടികളെല്ലാവരും ഓരോന്നായിട്ട് ചേർക്കുമ്പോൾ ആ ചേർക്കുന്ന സമയത്ത് ഓരോന്നിൻ്റെ അളവ് കൃത്യമായിട്ട് പറയാം. പിന്നെ ഞാനിവിടെ 2 ബേ ലീവ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കറിയിലേക്ക് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് വാളംപുളിയുടെ വെള്ളം കൂടിയും ചേർക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കറിയുടെ പുളിക്കനുസരിച്ചിട്ട് ഈ വാളംപുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ കറിക്ക് ആവശ്യത്തിനുള്ള പുളി കിട്ടുള്ളൂ. പിന്നെ പുഴുങ്ങിയെടുത്ത മുട്ടയും വേണം. പിന്നെ കറി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മല്ലിയിലയും വേണം. അപ്പോൾ നമുക്ക് നോക്കാം ഇതേന് കറിയാക്കാന്ന്. ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 വലിയ തക്കാളി കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇത് അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട. ഈ 2 മീഡിയം സവോള നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇപ്പോൾ സവോള നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. തക്കാളിയും നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇത് കുറച്ച് ചെറിയ പീസാക്കിയിട്ടിടുക. അപ്പോൾ അത് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടും. ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. ഈ കറിയിലേക്ക് കുറച്ച് ഓയിൽ കൂടുതൽ വേണം. ഈ ചൂടായ ഓയിലിലേക്ക് ബേ ലീവ്സ് ഇടുക. ഈ ബേ ലീവ്സ് ഞാൻ ചൂടാക്കിയിട്ട് എടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഇതിലേക്ക് സവോള അരച്ച് വെച്ചേക്കത് ചേർക്കുക. ഈ സവോള ഈ ഓയിലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിയണം. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. ചിലപ്പോൾ ഇത് നന്നായിട്ട് പുറത്തേക്ക് വയ്ക്കാൻ ഇത് നന്നായിട്ട് തെറിക്കും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വരും. മൂടി വയ്ക്കാം. ഇത് നന്നായിട്ട് കൂട്ടി വയ്ക്കരുത്. ഇപ്പോൾ സവോള നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്. സവോള നന്നായിട്ട് മൊരിഞ്ഞിട്ട് എണ്ണയ്ക്ക് നന്നായിട്ട് തെളിഞ്ഞ് വരണം. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. അത് ഏറ്റവും ആദ്യം സവോളയുടെ പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ട് മൊരിച്ച് കഴിഞ്ഞിട്ട് വേണം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ട്. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. ഇത് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായിട്ട് മൊരിഞ്ഞിട്ട് ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറണം. ഇപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിയണം. അത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാൻ വേണ്ടിയിട്ട്. മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൊരിഞ്ഞില്ലെങ്കിൽ മഞ്ഞളിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഈ മല്ലിപ്പൊടിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിയണം. അത് ഏറ്റവും ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി മൊരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടുതലെടുക്കും. അതുകൊണ്ടാണ് ഏറ്റവും ആദ്യം മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി ചേർക്കാം. മുളകിൻ്റെ പൊടി ഏറ്റവും ലാസ്റ്റാണ് ചേർക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളകിൻ്റെ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് മുളകിൻ്റെ പൊടി ചേർക്കുക. അപ്പോൾ മല്ലിപ്പൊടിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാൻ അതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിക്കുമ്പോൾ കുറച്ച് ഓയിൽ കൂടുതൽ ഒഴിക്കണം. എന്നാൽ മാത്രമേ ആ സവോളയുടെ പേസ്റ്റൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുള്ളൂ. മുളക് പൊടിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ തക്കാളിയുടെ പേസ്റ്റ് ചേർക്കാം. ഇതിലേക്ക് വാളംപുളിയുടെ വെള്ളം ചേർക്കാം. ഞാനിവിടെ വാളംപുളി
പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഏറ്റവും ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ തക്കാളിയുടെ പേസ്റ്റൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ നിങ്ങൾക്ക് പുളി വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർക്കാം. ഈ കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് ഈ കറി വേവിക്കുക. ഈ തക്കാളിയുടെ പേസ്റ്റൊക്കെ നന്നായിട്ട് വെന്തിട്ട് ഓയിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരണം. അത്രയ്ക്ക് ആവണ വരെ ഇത് മൂടി വെച്ചിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കണം. തുറന്ന് വെക്കരുത്. തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും നമുക്ക് വെന്ത് എണ്ണയൊന്നും ശരിക്കും തെളിഞ്ഞ് വരില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വയ്ക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇത് നന്നായിട്ട് എണ്ണയ്ക്ക് തെളിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഇത് നല്ലൊരു റെഡ് കളറായിട്ട് വരും ഈ കറി. കറി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. എണ്ണ ചെറുതായിട്ട് സൈഡിൽ നിന്ന് തെളിഞ്ഞ് വരുന്നുണ്ട്. ഒരു 5 മിനിറ്റും കൂടി ഒന്ന് മൂടി വയ്ക്കണം. അതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഗരം മസാല ചേർക്കാം. മസാല നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത്. ഗരം മസാല നിങ്ങൾ ഏറ്റവും ആദ്യം കുറച്ച് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർക്കാം. ഇതൊരു 5 മിനിറ്റും കൂടി ഒന്ന് മൂടി വയ്ക്കാം. ഒന്നും കൂടി ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒന്നുകൂടി നന്നായിട്ട് എണ്ണയ്ക്കും തെളിഞ്ഞ് വരും. ഇപ്പോൾ കറിയിൽ നിന്ന് എണ്ണയ്ക്കും ചെറുതായിട്ടൊന്ന് തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ കറിയുടെ സൈഡിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേപോലെ എണ്ണ തെളിഞ്ഞ് വരണം. അപ്പോഴായിരിക്കും ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് പുഴുങ്ങി വെച്ചേക്കണ മുട്ട ചേർക്കുക. അത് മുട്ട വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഞാനിവിടെ മുട്ട മുഴുവനായിട്ടാണ് ചേർക്കുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് ഗ്രേവി കയറാൻ വേണ്ടിയിട്ട് ഇത് പതുക്കെ സൈഡിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുട്ടയുടെ ഉള്ളിലേക്കും ഇതിൻ്റെ കറിയുടെ ഗ്രേവിക്കും ശരിക്കും പിടിക്കും. ഈ കറിയിലേക്ക് മല്ലിയില ഇട്ടിട്ട് കറി ഒന്ന് ഗാർണിഷ് ചെയ്യാം. കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ റൈസിൻ്റെ കൂടെ കഴിക്കാനും നല്ലതായിരിക്കും. ഈ കറി ഒരു സർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം. കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഈ കറി ഒന്നെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ റൈസിൻ്റെ കൂടെ കഴിക്കാനൊക്കെ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. ഈ കറിയിലേക്ക് നിങ്ങൾ ആ വാളംപുളിയുടെ വെള്ളം ചേർക്കുമ്പോൾ നിങ്ങളുടെ കറിയുടെ പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക.